എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഏപ്രിൽ 19-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഒന്ന് ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇനി ലഭിക്കുന്നത് എന്നാണ് പല ആളുകളും ചോദിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ 2 ഗഡുക്കളാണ് ഇതിനകം വിതരണം ചെയ്തത്. ഏപ്രിൽ മാസത്തെ തുക ഇലക്ഷന് മുമ്പ് ലഭിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും അതുണ്ടായില്ല. അപ്പോൾ ഇനി എന്ന് ലഭിക്കും എന്നുള്ളതാണ് പല ആളുകളും ചോദിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉദ്യോഗസ്ഥരുമായിട്ട് കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. അവിടെ നിന്നും ലഭിച്ചിട്ടുള്ള വിവരം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസത്തെ താമസം ഉണ്ടാകും എന്നാണ്. അപ്പോൾ 25-ാം തീയതിയോടുകൂടി ഇതിന്റെ വിതരണം ഉണ്ടായേക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൂടുതലൊന്നും താമസിക്കില്ല, ആ ഒരു വിതരണം ഉണ്ടാകും. 1-ാം ഗഡു ലഭിച്ചു, 2-ാം ഗഡു ലഭിക്കാത്ത ആളുകൾക്ക് 3-ാം ഗഡുവിനോടൊപ്പം 2-ാം ഗഡു 2000 രൂപ, അതായത് 1000 ആയിട്ട് കയറാനുള്ള സാധ്യതയുണ്ട്. കൃത്യമായിട്ട് അങ്ങനെ ആയിരിക്കും. അപേക്ഷ നൽകിയിട്ടും 80,000-ഓളം ആളുകളുടെ ഇത് റിജക്റ്റ് ആയിട്ടുണ്ട്. അതൊക്കെ റീസബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 32 ലക്ഷത്തോളം ആളുകൾക്കാണ് ഇതിന് അർഹതയുള്ളത്. ഇനിയും അപേക്ഷിച്ചിട്ടില്ലാത്തവർ അപേക്ഷ സമർപ്പിക്കുക. ഇനി നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ഈ മാസം ഇനിയില്ല. ഏപ്രിൽ മാസത്തിൽ ക്ഷേമ പെൻഷൻ ഇല്ല. അടുത്ത മാസത്തിലാണ് ഇനി ക്ഷേമ പെൻഷൻ ലഭിക്കുക. 20-ാം തീയതിക്ക് ശേഷം ആലോചിച്ചാൽ മതി 2000 രൂപ ലഭിക്കുന്നത്. അങ്ങനെയാകും, അല്ലാതെ അതിനു മുമ്പ് ക്ഷേമ പെൻഷൻ ലഭിക്കില്ല. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾ തടയുന്നതിന് വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം കൊണ്ടുവരികയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതായത് 10,000 രൂപക്ക് മുകളിലുള്ള തുക അയക്കുന്ന സമയത്ത് 1 മണിക്കൂർ വെയിറ്റിംഗ് ടൈം ഏർപ്പെടുത്തുന്നത് അടക്കമുള്ള മാറ്റങ്ങളാണ് RBI കൊണ്ടുവരുന്നത്. 10,000 രൂപ എന്നുള്ളത് മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. എത്ര സുഖമുഖതലാണ് ഈ ഒരു സംവിധാനം ഏർപ്പെടുത്തേണ്ടത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവ പ്രാബല്യത്തിൽ വരുത്തുന്നതിന്റെ മുന്നോടിയായി മെയ് 8 വരെ പൊതുജനാഭിപ്രായം തേടിയിരിക്കുകയാണ് RBI. പൊതുജനങ്ങളുടെ പ്രതികരണം കൂടി പരിശോധിച്ച ശേഷമാകും നടപടി. ഡിജിറ്റൽ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. 10,000 രൂപക്ക് മുകളിലുള്ള ഓരോ ഇടപാടുകൾക്കും കൂൾ ഓഫ് ടൈം അഥവാ 1 മണിക്കൂർ വെയിറ്റിംഗ് പീരീഡ് ഏർപ്പെടുത്തും. ഇതുവഴി ഉപഭോക്താവിന് ഈ സമയത്തിനുള്ളിൽ ഇടപാട് റദ്ദാക്കാനുള്ള ഒരു അവസരം ലഭിക്കും. പണം അയച്ച് 1 മണിക്കൂറിന് ശേഷമേ സ്വീകാര്യകർത്താവിന് എത്തുകയുള്ളൂ എന്നുള്ളത് സാരം. മണിക്കൂറിനുള്ളിൽ നമ്മൾ ഉദ്ദേശിച്ച ആൾക്ക് തന്നെയാണ് പണം അയച്ചിട്ടുള്ളത് എന്ന് ഉറപ്പിക്കാനുള്ള ഒരു അവസരം ഉപഭോക്താവിന് ലഭിക്കുന്നതാണ്. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുകൾ സംശയത്തിൽപ്പെടുകയാണ് എങ്കിൽ ഇടപാട് റദ്ദാക്കാനുള്ള അവസരമാണ് ഇതിലൂടെ ഒരുങ്ങുന്നത്. അതുപോലെ മറ്റൊരു മാറ്റം വരുന്നത് 70 വയസ്സിന് മുകളിൽ ഉള്ള ആളുകൾക്ക് 50,000 രൂപക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് അനുവാദം നിർബന്ധമാക്കുന്നതാണ് RBIയുടെ പരിഗണനയിലുള്ള മറ്റൊരു നിർദ്ദേശം. മർച്ചന്റ് പേയ്മെന്റുകൾ, ഓട്ടോ പേ ഇടപാടുകൾ എന്നിവയെ ഇതിൽ നിന്നും ഒഴിവാക്കും. അതുകൊണ്ട് കടകളിലും മറ്റും സ്കാൻ ചെയ്തുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പണം അടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകില്ല. വ്യക്തികൾ തമ്മിലുള്ള ഇടപാടുകൾക്ക് മാത്രമായിരിക്കും ഈ ഒരു നിബന്ധന. ഡിജിറ്റൽ അറസ്റ്റ് പോലുള്ള ഓൺലൈൻ തട്ടിപ്പുകളിൽ ഇരയായി എന്ന് തോന്നുകയാണ് എങ്കിൽ ഒറ്റ ക്ലിക്കിലൂടെ നമ്മുടെ അക്കൗണ്ടിലെ എല്ലാ ഇടപാടുകളും മരവിപ്പിക്കുന്നതിന് സാധിക്കുന്ന തരത്തിലുള്ള ഒറ്റ ബട്ടൺ അമർത്തുന്നതിലൂടെ സ്വന്തം അക്കൗണ്ടിലെ എല്ലാ ഇടപാടുകളും ഈ സംവിധാനം വഴി സാധ്യമാക്കാനാണ് RBI ആലോചിക്കുന്ന മറ്റൊരു കാര്യം. അപ്പൊ ഇങ്ങനെ ഒരു മാറ്റം വരികയാണ്. 5 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ചികിത്സ ലഭിക്കുന്ന കാരുണ്യ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കേരളത്തിൽ നടപ്പിലാകുന്നുണ്ട്. എന്നാൽ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നത്. ഈ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ആളുകൾക്ക് 2 ലക്ഷം രൂപ വരെ കാരുണ്യ പദ്ധതിയിലൂടെ തന്നെ സഹായം ലഭിക്കുന്നുണ്ട് എന്ന് പല ആളുകൾക്കും അറിയില്ല. കാരുണ്യ ബെനവലന്റ് ഫണ്ട് മുഖേനയാണത്. ഈ പദ്ധതി പ്രകാരം കാസ്പ് കാർഡ് ഇല്ലാത്തവർക്കും കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടാത്ത ആളുകൾക്കുമാണ് സഹായം ലഭിക്കുന്നത്. വൃക്കരോഗികളാണ് എങ്കിൽ 3 ലക്ഷം രൂപയുടെ സഹായവും ലഭിക്കും. വർഷത്തിൽ ഒരു കുടുംബത്തിനാണ് ഈ ഒരു സഹായം ലഭിക്കുന്നത്. എന്നാൽ ഇത് വളരെ പരിമിതമാണ്. ഒരു കുടുംബത്തിന്റെ താളം തെറ്റിക്കുന്നത് പ്രതീക്ഷിതമായിട്ട് വരുന്ന രോഗങ്ങളും അപകടങ്ങളും കൊണ്ടും ഒരു സാധാരണക്കാരന്റെ വീടിന്റെ സ്ഥിതി വളരെ മോശമാകാറുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിരവധി വാഗ്ദാനങ്ങൾ നമ്മുടെ മുമ്പിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. UDF ആണ് അധികാരത്തിൽ വരുന്നത് എങ്കിൽ 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയും, LDF ആണ് അധികാരത്തിൽ വരുന്നത് എങ്കിൽ പരിധിയില്ലാതെ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും ഉണ്ടാകും എന്നാണ് 2 മുന്നണികളുടെ വാഗ്ദാനം. ആരാണ് വരിക എന്ന് നമുക്ക് അടുത്ത മാസം 4-ാം തീയതി വരെ കാത്തിരിക്കണം. അപ്പോൾ നമുക്ക് 25 ലക്ഷം രൂപയുടെ
പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുകയാണ് എങ്കിൽ നിലവിൽ നമുക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് ലഭിക്കുന്നത്. നമുക്കറിയാം, കാരുണ്യ ലോട്ടറി മുഖേന ചികിത്സാ സഹായങ്ങൾ നൽകിക്കൊണ്ട് ഒരു ഇൻഷുറൻസ് പദ്ധതി കേരളത്തിൽ സജീവമാക്കിയത് ഉമ്മൻചാണ്ടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിലാണ് UDF അധികാരത്തിൽ വരികയാണ് എങ്കിൽ ഒരു കുടുംബത്തിന് വർഷത്തിൽ 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ഉറപ്പ് നൽകുന്നത്. ചികിത്സാ ഭാരം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാ ആളുകൾക്കും ഇത് സഹായകരമാകും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പുതിയ ആളുകൾക്ക് ഇതിലേക്ക് ചേരാൻ കഴിയും എന്നുള്ളതായിരിക്കും. നിലവിൽ നമുക്കറിയാം, നിലവിലുള്ള പദ്ധതി പ്രകാരം പദ്ധതിയിൽ ഉള്ള ആളുകൾക്ക് മാത്രമാണ് ഇതിൻ്റെ സഹായം ലഭിക്കുന്നത്. ഇല്ലാത്തവർക്ക് കാരുണ്യ ബെനവലന്റ് ഫണ്ട് വഴി 2 ലക്ഷം രൂപയുടെ സഹായം ലഭിക്കുന്നു. അതിന് വാർഷിക വരുമാനം 3 ലക്ഷം രൂപയ്ക്ക് താഴെയാകണം. എന്നാൽ പുതിയ പദ്ധതി വരുമ്പോൾ പുതിയ അപേക്ഷകളും പുതുതായിട്ട് ചേരാനുള്ള അവസരം ഉണ്ടാകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അടുത്ത ബജറ്റിൽ, അതായത് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നാൽ UDF ആണ് അധികാരത്തിൽ വരുന്നത് എങ്കിൽ ആദ്യ ബജറ്റിൽ തന്നെ ഈ ഒരു പദ്ധതിയുടെ പ്രഖ്യാപനം ഉണ്ടാകും. കാരണം തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5 വാഗ്ദാനങ്ങളിൽ ഒന്നാണ്. കാരണം UDF മുന്നോട്ട് വയ്ക്കുന്ന 5 ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്ന 5 വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട 5 വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇത്. അപ്പോൾ ആദ്യ ബജറ്റിൽ തന്നെ ഇത് ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. തൊട്ടടുത്ത മാസങ്ങളിൽ ഇതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ഇതിലേക്ക് ചേരാനുള്ള അവസരങ്ങൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി LDF ആണ് അധികാരത്തിൽ വരുന്നത് എങ്കിലും നിലവിലുള്ള 5 ലക്ഷം പരിധി ഒഴിവാക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പരിധി ഇല്ലാതെ ചികിത്സാ സഹായം ലഭ്യമാക്കും എന്നാണ് അറിയിക്കുന്നത്. ആര് വന്നാലും ചികിത്സാ ആനുകൂല്യങ്ങൾ കൂടും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.